കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിക്കൊപ്പം ധർണയിരുന്നതിനാണ് നടപടി. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിശദാംശങ്ങൾ. തന്നെ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ബംഗാൾ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന കത്തിലാണ് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ അച്ചടക്ക നടപടികൾ ലംഘിച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം മമതാ ബാനർജിക്കൊപ്പം ഇന്നലെ സത്യാഗ്രഹം ഇരുന്നിരുന്നു. അങ്ങനെ ഒരു പോലീസ് കമ്മീഷണർ സത്യാഗ്രഹം ഇരിക്കുക എന്ന് പറയുന്നത് അഖിലേന്ത്യാ ചട്ടങ്ങളുടെ ലംഘനമാണ്. അഖിലേന്ത്യാ ചട്ട ലംഘനം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ കേസിൽ അന്വേഷണത്തിൽ രാജീവ് കുമാർ സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ വിവാദത്തിന് ഇടയായിരിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി വളരെ ശക്തമായി തന്നെ രാജീവ് കുമാറിന്റെ നടപടിയെ പിന്തുണച്ച് നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാതെ രാജീവ് കുമാറിനൊപ്പം സംസ്ഥാന ചീഫ് സെക്രട്ടറി നിൽക്കുമോ എന്നാണ് അറിയേണ്ടത്. ശരി.